ഇത് നമുക്കറിയാലോ, ഞങ്ങളിത് നിയമസഭയിൽ വളരെ ഗൗരവത്തോടുകൂടി ഉന്നയിച്ച സമയത്ത് നമ്മളെ പരിഹസിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പബ്ലിക് ഹെൽത്തിൻ്റെ എക്സ്പേർട്ട് കൂടിയായ ഡോക്ടർ ബി ഇക്ബാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപകടകരമായ നിലയിലേക്ക് കേരളം പോകുന്നു. മറ്റൊരു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടായ ഡോക്ടർ SS ലാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപകടത്തിലേക്കാണ് കേരളം പോകുന്നതെന്ന്. കേരളം ഇതുവരെ കേൾക്കുക പോലും ചെയ്യാത്ത പകർച്ചവ്യാധികളാണ് ഉണ്ടാകുന്നത്. മസ്തിഷ്കം കാർന്നു തിന്നുന്ന വൈറസും ബാക്ടീരിയയൊക്കെ ഉണ്ട്. അതുപോലത്തെ അസുഖം എത്ര കുട്ടികൾ മരിച്ചു? ഇപ്പോൾ ഏകദേശം 150ഓളം ആളുകൾ പകർച്ചവ്യാധി മൂലം മരിച്ചു. അത് മാത്രമല്ല സാർ, ഒരു 10-15 വർഷത്തെ കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു വർധനവ് പനി കേസുകളിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല. അപ്പൊ നമുക്ക് രോഗവ്യാപനത്തിലും തീവ്രതയിലും അല്ലെങ്കിൽ രോഗത്തിലും അത്ര വലിയ തീവ്രതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കുക നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിലാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഈ 2024 നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ളത് തന്നെയാണ് സർ. കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താതെ യഥാർത്ഥത്തിൽ ആരോഗ്യരംഗത്ത് നമ്മൾ പിന്നോക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഏത് രോഗമുണ്ടാകുന്നതിനും ഉള്ള ഒരു പ്രോൺ ഏരിയയായി കേരളമാണ്. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. ആരോഗ്യവകുപ്പാണ് ഈ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നും പറയുന്നില്ല, അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. ഇപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട വർഷമാണ്. ഈ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിങ്ങളുടെ മൂക്കിന് താഴെ ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ എന്താ സ്ഥിതി? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ?